മകരം രാശി. ഉത്രാടം നക്ഷത്രത്തിന്റെ അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം നക്ഷത്രത്തിന്റെ ആദ്യ പകുതിയും ഉൾച്ചേർന്നിരിക്കുന്നതായ മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിതമായി വിഷമതകൾ വന്നു ചേരുന്ന ഒരു വർഷമാണിത്. നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്ന പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ അനുഭവമാകും. പ്രത്യേകിച്ച് വർഷം പകുതിക്ക് മേൽ വ്യാഴന്റെ സ്ഥിതി 10ലേക്കാകുന്നതുകൊണ്ട് കർമ്മപരമായുള്ള ക്ലേശങ്ങളെ അത് വർദ്ധിപ്പിച്ചേക്കും. വേണ്ടപ്പെട്ട വ്യക്തികളുമായി കലഹത്തിനും ഇടകാണുന്നു. സ്വകാര്യ സ്വത്തിനെ പറ്റി ചിന്തിച്ച് വിഷമതകളും ഉണ്ടായേക്കാം. പലതരത്തിലുള്ളതായിരിക്കുന്ന പ്രതിസന്ധികൾക്കിടയുണ്ട് എന്നതുകൊണ്ട് തന്നെ വേണ്ടത്ര തയ്യാറെടുപ്പോടുകൂടി മാത്രമേ ഓരോ കാര്യങ്ങളിലും ഇടപെടാവൂ. അകാരണമായ ഒരു വിഷമം എപ്പോഴും ഉണ്ടാകും. യോഗ അല്ലെങ്കിൽ പ്രാർത്ഥന തുടങ്ങിയ പോസിറ്റീവ് കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കണം. ആലോചനയില്ലാത്ത സംഭാഷണങ്ങൾ നിമിത്തവും അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. സർക്കാരിൽ നിന്ന് പ്രതികൂല നടപടികൾ വന്നു ചേർന്നേക്കാനും ഇടകാണുന്നു. പങ്കാളിയുടെ ആരോഗ്യ കാരണങ്ങൾ നിമിത്തവും മനസ്സ് വിഷമിച്ചേക്കാൻ ഇടയുണ്ട്. ദോഷപരിഹാരാർത്ഥമായി ശിവപ്രീതികരങ്ങളായിരിക്കുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നത് ഗുണകരമാണ്. കാർത്തവീര്യാർജുന യന്ത്രം ഏലസായി ധരിക്കുന്നതും ഗുണം ചെയ്യും.